വെൽക്കം ബാക്ക് ടു ഫാമിലി. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. നമ്മൾ SM സ്ട്രീറ്റിലേക്ക് പോകാൻ കേട്ടോ. അപ്പം നമ്മളുള്ളത് കോഴിക്കോടാണ്, വില്ലിച്ചിൻ്റെ വീട്ടിൽ. അപ്പോൾ നമ്മൾ SM സ്ട്രീറ്റ് കാണാൻ വന്നിരിക്കുകയാണ്, നമ്മൾ മിഠായി തെരുവ്. അപ്പോൾ വന്നപ്പോൾ തന്നെ ഇതാ കുറേ കണ്ടാവും ചുമരിൽ ഓരോന്നും എഴുതിയിട്ട്. അത് നമ്മുടെ SK പൊറ്റക്കാട് സാറിൻ്റെ കഥകളുടെ ഓരോ പേരുകളും വരികളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ മിഠായി തെരുവിൻ്റെ എൻട്രൻസ് വന്നിട്ട് കേട്ടോ. അപ്പോൾ അവിടെ വന്നിട്ട് SK പൊറ്റക്കാട് പ്രതിമയുണ്ട്. ഇരുട്ടായതുകൊണ്ട് അതൊക്കെ നല്ല ക്ലിയർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഫോട്ടോ കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ സൈഡിൽ കോഴിക്കോട് വരാറുണ്ടെങ്കിൽ ഞാൻ ഇതുവരെ നമ്മുടെ SM സ്ട്രീറ്റ് കണ്ടിട്ടില്ല. അപ്പോൾ ഞാൻ ഇന്ന് SM സ്ട്രീറ്റ് കാണാൻ വിചാരിച്ചിട്ട് ഫാമിലിയോടെ വന്നിരിക്കട്ടെ. നമ്മുടെ ചേച്ചിമാരും പിള്ളേരും എല്ലാവരും കൂടെ എത്തുമ്പോഴേക്ക് രാത്രിയായിട്ടോ. അപ്പോൾ ഈ രാത്രി വെളിച്ചത്തിൽ നമ്മൾ SM സ്ട്രീറ്റ് കാണാൻ രസമുണ്ട്. ഒരുപാട് ജനങ്ങളുണ്ട്. ഇനി ഒരേ കടകൾ നമുക്ക് ഇനി കയറി കാണാനാണ് മെയിനായിട്ട് പോകുന്നത് കേട്ടോ. പിന്നെ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഹൽവകളും മിഠായികളും കൂടുതൽ ഇടം പിടിച്ചിരുന്ന സ്ഥലമായിരുന്നു എന്നാണ് പറഞ്ഞു വരുന്നത്. ഇപ്പോൾ പക്ഷേ ഒരുപാട് ഡ്രസ്സുകളുടെയും ചെരുപ്പുകളുടെയും അങ്ങനത്തെ ഖാദി സാധനങ്ങളുടെ എല്ലാത്തിൻ്റെയും ഷോപ്പാണ് നമ്മൾ ഈ മിഠായി തെരുവിൽ കാണാൻ പറ്റുന്നത് കേട്ടോ. ഒരുപാട് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് നമുക്ക് ഉപയോഗമുള്ള സാധനങ്ങൾ വരെ നമ്മൾ ഈ SM സ്ട്രീറ്റിൽ അവൈലബിൾ ആണ് കേട്ടോ. നമ്മുടെ കൂടെ ഉള്ളത് നമ്മുടെ അമ്മുവാണ്. ഈ ടോപ്പ് സ്റ്റുഡിയോ എന്ന് പറഞ്ഞ സ്ഥലത്ത് മെഗാ ഡിസ്കൗണ്ട് സെയിലാണ് നടക്കുന്നത് കേട്ടോ. ഓരോ കടകളിൽ ഓരോ തരം ഡിസ്കൗണ്ട് സെയിലുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പ്രധാനപ്പെട്ട കുറച്ച് കടകൾ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് അതെല്ലാം കാണാം കേട്ടോ. ഈ ടോപ്പ് മാൾ വന്ന ഷോപ്പ് നല്ല ഫേമസ് ആയിരിക്കും കേട്ടോ. കാരണം 99 999 സാധനങ്ങളാണ് ഇവിടെ ഉണ്ടാവുക കേട്ടോ. അത് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഭയങ്കര ഫേമസ് ആണ്. പിന്നെ ഏത് കടയിൽ തിരിഞ്ഞു നോക്കിയാൽ 50% ഓഫർ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എങ്ങനെയല്ല ആ ഷോപ്പിലേക്കൊക്കെ പോകും കേട്ടോ. എല്ലാ ഷോപ്പിലും കയറി ഇറങ്ങിയിട്ട് എല്ലാത്തിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല, എന്നാലും ഞാൻ ഒരുവിധം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ. ഇത് വന്നിട്ടൊരു കോർണറാണ് കേട്ടോ. ഇവിടെ വന്നിട്ട് സർവർ കളക്ഷൻസ് ആയിട്ടും അങ്ങനെ ഒരുപാട് സാധനങ്ങളുള്ള ഒരു സ്ഥലം കൂടിയാണ്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും കേട്ടോ. ആ ഒരു കോർണറാണ് ഇവിടെ. ഇതിൻ്റെ ഉള്ളിലും കുറേ ഷോപ്പിംഗ്, ഇങ്ങനെ ചെരുപ്പുകളുടെ ആയാലും ഡ്രസ്സുകളുടെ ആയാലും ഇന്നവേഴ്സ് എല്ലാ സാധനങ്ങളുടെയും ഒരു കളക്ഷൻ തന്നെ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ കയറിയിട്ട് ഒരു ചെരുപ്പിൻ്റെ ഷോപ്പിൽ കയറിയിട്ടുണ്ടായിരുന്നു. അവിടെ വന്നിട്ട് ഞാനൊരു കുറച്ച് ചെരുപ്പുകളൊക്കെ നോക്കിയിട്ട് കാണുമ്പോൾ തന്നെ നമുക്ക് ഈ പുറത്ത് ഡിസ്പ്ലേ ഇട്ട് തന്നെ കാണുമ്പോൾ ഭയങ്കര 250 199 അങ്ങനത്തെ റേറ്റുകളായതുകൊണ്ട് ഞാൻ ജസ്റ്റ് കയറി നോക്കിയിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടത് എടുക്കാമെന്ന്. ഈ ചെരുപ്പിന് വന്നിട്ട് 199 ആയിരുന്നു കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഈ ചെരുപ്പ്. പക്ഷേ എനിക്കത് സൈസ് പാകലായിരുന്നു. അങ്ങനെ കുറച്ച് ചെരുപ്പൊക്കെ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടാണ്. ഇവിടെ വന്നാൽ നമുക്ക് എത്ര ചെരുപ്പ് ഉണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് എടുക്കാൻ തോന്നി. കാരണം അത്രയും നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഈ ചെരുപ്പ് വന്നിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. ഹീലായതുകൊണ്ട് ഞാൻ പിന്നെ എടുത്ത് നോക്കിയില്ല. പിന്നെ കുറേ ഷൂസും പല പല വെറൈറ്റി സിമ്പിളായിട്ട് നമുക്ക് ചുരിദാറിനായിക്കോ എല്ലാത്തിനും വെയർ ചെയ്യാൻ പറ്റിയ ചെരുപ്പുകൾ ഉണ്ടായിരുന്നു. പിന്നെ ഇത് വന്നിട്ട് കോട്ടൺ ചുരിദാറിൻ്റെ ഒരു സെക്ഷനായിരുന്നു. ഇത് നമുക്ക് ഡെയിലി യൂസൊക്കെ ചെയ്യാന്ന് പറഞ്ഞിട്ട് ഞാൻ വന്ന് നോക്കിയത്. പക്ഷേ എനിക്കത് വല്ലാതെ ഇഷ്ടപ്പെട്ടില്ല. കാരണം അത് വന്നിട്ട് ചുരുങ്ങാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് ഞാനത് എടുത്തില്ല, വന്ന് നോക്കി കേട്ടോ. അങ്ങനെ കുറേ സ്ഥലങ്ങൾ ഇതൊക്കെ നമ്മുടെ മിഠായി തെരുവിൻ്റെ ഓരോ ഭാഗങ്ങളാണ് കേട്ടോ. SM സ്ട്രീറ്റിൽ വന്നിട്ട് എന്നെ ഏറ്റവും ഒരു അത്ഭുതപ്പെടുത്തിയിട്ട് കട പറഞ്ഞാൽ നമ്മുടെ ചൈന മാർക്കറ്റ് ആണ് കേട്ടോ. അവിടെ നമ്മൾ വന്നാൽ മിസ്സാവാതെ കയറണം കേട്ടോ. ഈ ബാഗ്സ് ആണുള്ളതിൻ്റെ തൊട്ട റൈറ്റ് സൈഡിലുള്ള കടയിലാണ് കേട്ടോ. അവിടെ എന്ന് പറഞ്ഞാൽ അധികം സ്പേസ് ഒന്നും ഇല്ലാത്ത കടയാണ്. എന്നാലും നമുക്ക് അവിടെയുള്ള സംഭവങ്ങളെല്ലാം കാണിച്ചു തരാം കേട്ടോ. ചെല്ലുമ്പോൾ തന്നെ ബ്ലാങ്കറ്റിനൊന്നും അത്ര റേറ്റ് ഇല്ല. നമ്മളിവിടെ പുറത്തുനിന്ന് മേടിക്കുന്ന ഒരു റേറ്റ് എനിക്ക് അവിടെ ഫീൽ ചെയ്തില്ല. പിന്നെ ചെരുപ്പ് ഒരെണ്ണത്തിന് 150 റേറ്റ് ഉള്ളൂ, രണ്ടെണ്ണത്തിന് 299 അല്ലെങ്കിൽ 250 ആ റേഞ്ചൊക്കെ ഉള്ളൂ കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് ബാഗിൻ്റെ കളക്ഷൻസ് കാണിച്ചു തരാം. ഈ ബാഗ് വന്നിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. നമ്മൾ എവിടെയെങ്കിലും ട്രാവൽ ചെയ്യുമ്പോൾ ഒരു ചെറിയൊരു ഡ്രസ്സ്, നമ്മുടെ ചെറുതായിട്ടുള്ള ഐറ്റംസ് സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാൻ പറ്റിയൊരു ബാഗ് അത്ര വലുപ്പമായിട്ട് എനിക്ക് തോന്നിയില്ല. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട്. പിന്നെ അവിടെ കുറേ ബാഗിൻ്റെ കളക്ഷൻസ് ഉണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പൊതുവെ ഞാനിങ്ങനെ ബാഗിൻ്റെ കളക്ഷൻസ് ഒന്നും ശ്രദ്ധിക്കാത്ത ഒരാളായിരുന്നു കേട്ടോ. പിന്നെ ഈ ബാഗ് എനിക്ക് കുറച്ച് ഇഷ്ടപ്പെട്ടു. കുറച്ച് സ്റ്റൈലായിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ബാഗ്. പിന്നെ കുറച്ച് വലുപ്പമുണ്ടായിരുന്നു. പിന്നെ നമുക്ക് കുട്ടികളൊക്കെ ഉള്ളതാകുമ്പോൾ കുട്ടികളുടെ സാധനങ്ങളൊക്കെ വെക്കാലോ എന്ന് കരുതി നോക്കി. കയറി വരുമ്പോൾ തന്നെ ഞാൻ ചെരുപ്പിൻ്റെ കാര്യം പറഞ്ഞില്ലേ, പക്ഷേ അത് ഞാൻ വല്ലാതെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെയാണ് ഞാൻ ആ ഒരു എമൗണ്ട് എൻ്റെ കണ്ണിൽ ഇങ്ങനെ പെടുന്നത്. ഇത്രയും ചെറിയ പൈസക്ക് ഇത്രയും നല്ല ചെരുപ്പുകളൊക്കെ ഇവിടെ കിട്ടുമല്ലോ എന്ന് വെച്ചപ്പോൾ ഒന്നുകൂടി ഞാൻ നിങ്ങൾക്കും കൂടി കാണിച്ചു തരാം. കാരണം ഞാൻ മാത്രമല്ലേ കണ്ടുള്ളൂ എന്നാൽ നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാൻ വിചാരിച്ചിട്ടാണ് കേട്ടോ വന്നത്. ഒരുപാട് രസമുള്ള ടൈപ്പ് ചെരുപ്പുകളാണ് ഇവിടെ ഉള്ളത്. പിന്നെ അത് മാത്രമല്ല വലിയ റേറ്റ് എന്ന് പറയാനില്ല കേട്ടോ. ഒരു 250 ആ റേഞ്ചിൻ്റെ ഒക്കെ ഉള്ളിലുണ്ട്. എനിക്ക് ഈ ചെരുപ്പൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. നമുക്ക് ഡെയിലി യൂസ് പുറത്തൊക്കെ ഇട്ട് നടക്കാം വീടിൻ്റെ അങ്ങനത്തെ കുറേ ചെരുപ്പാണ് ഈ ഒരു സെക്ഷനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. പല വെറൈറ്റി ചെരുപ്പുകളും ഇവിടെ കാണാനുണ്ട് കേട്ടോ. ഷൂവിൻ്റെ ആയാലും പിന്നെ നമുക്ക് എങ്ങനെ ഹീല് വേണോ ഹീല് വേണ്ട അങ്ങനത്തെ എല്ലാ ചെരുപ്പുകളും ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ ബാഗ്സ് ഇത് വന്നിട്ട് ഭയങ്കര സിമ്പിളായൊരു ബാഗ് ഉണ്ട്. പിന്നെ കുറേ ബാഗ്സ് ഉണ്ട്. എനിക്ക് അതും ഭയങ്കര ഇഷ്ടപ്പെട്ടു.
ഈ ഷോപ്പ് അതിൻ്റെ നീളനെയാണ് കേട്ടോ. അപ്പം ഇങ്ങനെ ഓരോ ചെരുപ്പ് ബാഗ് ആ ഒരു സെക്ഷനാണ് ഇപ്പം നമ്മൾ ഫുള്ള് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ സെക്ഷൻ മൊത്തം വെറും ചെരുപ്പും ബാഗാട്ടോ. ഇനി അങ്ങോട്ട് കുട്ടികളുടെയും വലിയ ആൾക്കാരുടെയും ചെരുപ്പുകളാണ് കേട്ടോ. ക്രോപ്പ് ടൈപ്സും പിന്നെ അങ്ങനത്തെ കുറേ ഇപ്പോഴത്തെ ഒരു മോഡൽ ചെരുപ്പുകളുണ്ടല്ലോ, അതൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ എനിക്കിഷ്ടപ്പെട്ട ഞാൻ യൂസ് ചെയ്തിരുന്ന സെയിം സാധനം ഈ ചെരുപ്പ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതിൻ്റെ വെറൈറ്റി കളേഴ്സ് ഇവിടെ ഉണ്ടല്ലോ എന്ന് കരുതി. പിന്നെ കുട്ടികളുടെ ഷൂസ് അത്ര റേറ്റ് ഇല്ല കേട്ടോ, 299 അത്രേ ഉള്ളൂ ഷൂസിൻ്റെ ഒക്കെ റേറ്റ്. പിന്നെ പല ചെരുപ്പുകൾ കുറച്ച് ആ അറ്റത്തേക്ക് പോകുമ്പോൾ 199 കുട്ടികളുടെ ഡെയിലി യൂസ് ചെയ്യുന്ന ചെരുപ്പുകളുണ്ട് കേട്ടോ. ഈ ചെരുപ്പിനൊക്കെ വന്നിട്ട് 199. ശരിക്കും ഞാൻ അത്ഭുതപ്പെട്ടു കേട്ടോ. നമ്മൾ പുറത്ത് പോകുമ്പോൾ പുറത്തുനിന്നൊക്കെ മേടിക്കുമ്പോൾ നല്ല റേറ്റ് ഉള്ളതല്ലേ. അപ്പം ഞാൻ ഉണ്ണിക്കുട്ടനെ നോക്കി, പക്ഷെ അവൻ്റെ സൈസിലാണ്ട് കിട്ടിയില്ല കേട്ടോ, അവന് ഇഷ്ടപ്പെട്ടത്. പിന്നെ ഇതൊക്കെ അവിടെയുള്ള പിള്ളേർ നമ്മൾ വീഡിയോ എടുക്കാൻ കണ്ടിട്ട് അതിനനുസരിച്ച് സപ്പോർട്ട് ചെയ്യായിരുന്നു. ലാഭത്തിന് തീർക്കാണ്. ഇതിന് തൊട്ടപ്പുറത്തെ ഷോപ്പിലേക്ക് പോയിട്ടോ. അത് വന്നിട്ട് ഫാൻസി ഐറ്റംസിൻ്റെ ഒരു വേറൊരു ടൈപ്പ് ലോകം തന്നെയാണ്. അവിടെ വന്നിട്ട് കുറേ മാലകൾ കണ്ടു, പിന്നെ ഇയറിങ്സിൻ്റെ സെക്ഷൻസ് എല്ലാം അതുണ്ട് കേട്ടോ. എനിക്ക് ഈ ഇയറിങ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷേ കുറച്ച് വലുപ്പം തോന്നിയോണ്ട് ഞാനത് എടുക്കണോ എന്നൊക്കെ കുറച്ച് നോക്കി. പക്ഷേ ഞാനത് എടുത്തില്ല, അവിടെ വെച്ചു കേട്ടോ. വരുമ്പോൾ എടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ ഒരിക്കലും നമ്മൾ അങ്ങനെ ചെയ്യരുത് SM സ്ട്രീറ്റിൽ പോയാൽ. കാരണം നമുക്ക് ഇഷ്ടപ്പെട്ടാൽ അത് എടുത്തോളണം, പിന്നെ അത് കിട്ടില്ല. പിന്നെ ഞാനത് എടുക്കാൻ വന്ന് നോക്കിയപ്പോൾ എനിക്കത് കിട്ടിയില്ല കേട്ടോ. പിന്നെ കുറേ കീ ചെയിൻസ്, ഈ കീ ചെയിൻസിന് അവിടെ 20 രൂപയുള്ളൂ. നമ്മുടെ ഇവിടെയൊക്കെ വന്ന് നോക്കിയാൽ എങ്ങനെ പോയാലും കുറച്ചധികം റേറ്റ് ഉണ്ടാവില്ല. 50 രൂപ 45 രൂപ ഏത് കീ ചെയിൻ എടുത്താലും 20 രൂപ അവിടെ ഉള്ളൂ. എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഞാൻ 2 കീ ചെയിനൊക്കെ അവിടെ നിന്ന് എടുത്തു. പിന്നെ കുറേ ഹെയർ ബാൻഡ്, ക്ലിപ്സ്, ക്രാബ്സ് അങ്ങനത്തെ ഒരു ഐറ്റംസ് ആണുള്ളത് കേട്ടോ. അപ്പോൾ എനിക്ക് പറ്റുന്ന സാധനങ്ങൾ ഞാൻ അവിടെ നിന്ന് മേടിച്ചു. ഇപ്പൊ റോസ് ഗോൾഡിന്റെ ഒരു ഫാഷന്റെ ഒരു ടൈം അല്ലേ. അപ്പൊ റോസ് ഗോൾഡിന്റെ ഒരുപാട് ഭയങ്കര ഭംഗിയുള്ള മാലകളാണ് കേട്ടോ ഈ കണ്ടോണ്ടിരിക്കുന്നത്. ഇതിനൊന്നും അത്ര റേറ്റ് ഇല്ല, ഒരു 60 രൂപ അല്ലെങ്കിൽ 100, 110 ആ റേഞ്ചേ ഉള്ളൂ. നമ്മുടെ ഇവിടെയൊക്കെ വന്നാൽ 299 അല്ലെങ്കിൽ ഒരു 250 ആ റേഞ്ചൊക്കെ എന്തായാലും ഉണ്ട് കേട്ടോ. പിന്നെ ഞാനൊരു ബാസ്ക്കറ്റൊക്കെ മേടിച്ചിട്ട് ഞാൻ അവിടെ പർച്ചേസ് ചെയ്യാൻ തുടങ്ങി. എനിക്ക് കുറച്ച് ക്രാബ്സും കാര്യങ്ങളൊക്കെ വേണമായിരുന്നു കേട്ടോ. അതൊക്കെ വന്ന് 5 രൂപ 10 രൂപ ആ റേഞ്ചേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാനിവിടെ സാധനങ്ങൾ നിങ്ങൾക്ക് വീഡിയോ എടുത്ത് കാണിച്ചു തരാൻ വെച്ചിട്ടാണ് വന്നത്. പക്ഷെ ഞാൻ എന്തെങ്കിലും മേടിച്ചില്ല, എനിക്ക് ഭയങ്കര നഷ്ടമായി പോലോ വിചാരിച്ചിട്ട് എനിക്ക് പറ്റിയ കുറച്ച് സാധനങ്ങൾ ഞാൻ അവിടെ വന്നിട്ട് സെലക്ട് ചെയ്യാട്ടാണ് ചെയ്തിരുന്നത്. ഈ ലാസ്റ്റൊക്കെ ആകുമ്പോഴേക്കും കുറേ ടോയ്സുകളുണ്ട് കേട്ടോ. അതിനൊന്നും അത്ര റേറ്റ് ഇല്ല, അതൊക്കെ നമുക്ക് താങ്ങാൻ പറ്റാവുന്ന ഒരു റേറ്റ് തന്നെ ഉള്ളൂ. ഈ ഒരു സെക്ഷനിൽ കുറേ ഹെയറിൽ വെക്കാൻ പറ്റിയ സാധനങ്ങളാണ് ഉള്ളത്. പിന്നെ എൻ്റെ തൊട്ടപ്പുറത്ത് നമുക്ക് വേണ്ട ലിപ്സ്റ്റിക്ക് അങ്ങനത്തെ ഐറ്റംസും പിന്നെ ഐലൈനർ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഈ ഒരു ബണ്ണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു മുല്ലമുട്ടിൻ്റെ ഒരു ബണ്ണായിരുന്നു. പിന്നെ ഉണ്ണിക്കുട്ടൻ വന്നിട്ട് ഇവിടെ ഒരു വാച്ച് നോക്കിയിട്ടോ. കാരണം ഏട്ടൻ്റെ എൻ്റെ ഒക്കെ ഈ സ്മാർട്ട് വാച്ച് ആയതുകൊണ്ട് അവന് ഭയങ്കര ഇഷ്ടമായതൊരു സ്മാർട്ട് വാച്ച്. ഇവിടെ നോക്കുമ്പോൾ അതിന് 100 രൂപയുള്ളൂ. അപ്പോൾ അങ്ങനെ ഒന്ന് മേടിച്ചു കേട്ടോ. പിന്നെ വന്നിട്ട് ഇയറിങ്സിൻ്റെ ഒരു സെക്ഷനാണ്. ഈ ഒരു കമ്മലിനൊക്കെ എത്ര രൂപ ഉണ്ടാവുക? വെറും 30 രൂപയുള്ളൂ കേട്ടോ. ഞാൻ ശരിക്കും ഞെട്ടിപ്പോയിട്ടോ. കാരണം നല്ല ഭംഗിയുള്ള കമ്മലുകൾ, നമുക്ക് ചുരിദാറിനൊക്കെ വെയർ ചെയ്യാൻ പറ്റിയ ഒരു കമ്മലുകളായിരുന്നു. പിന്നെ 2 രൂപ 5 രൂപ ആ റേഞ്ചുള്ള സ്റ്റഡുകളും. ഈ കമ്മലുകളുടെ വില കുറവിൻ്റെ സെക്ഷനിൽ ഭയങ്കരമായിട്ട് തിരക്കുണ്ട്. അതിനനുസരിച്ച് ചൂടും സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഈ സ്റ്റഡുകളൊക്കെ കണ്ടോ, 5 രൂപയ്ക്ക് എവിടെയെങ്കിലും കിട്ടുമോ? എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ സ്റ്റഡുകൾ. ഷോപ്പിൽ കയറിയപ്പോൾ തന്നെ ഒരുപാട് നേരം 1.5 മണിക്കൂർ പോയത് ഞാൻ അറിഞ്ഞില്ല കേട്ടോ. പിന്നെ രാത്രിയായി. പിന്നെ ഈ ഒരു മെട്രോ സ്റ്റോഴ്സ് എന്ന് പറഞ്ഞ ഒരു ഷോപ്പിൽ വന്നിട്ട് കുറേ നല്ല മെറ്റീരിയൽസ് ഉണ്ട് പറഞ്ഞിട്ട് അവിടെയും വന്ന് ജസ്റ്റ് കയറി. പിന്നെ ഞങ്ങൾ കുറച്ച് കടകളൊക്കെ തന്നെ നോക്കി, അല്ലാതെ നമുക്ക് വല്ലാതെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല. പിന്നെ നമ്മൾ ഒരു ചെറിയൊരു ഷൂസിൻ്റെ ഒക്കെ കട വന്നിട്ട് നോക്കുമായിരുന്നു കേട്ടോ. ഇവിടെ വന്നിട്ട് വമ്പിച്ച വിലക്കുറവ് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറൊന്നും ചെയ്തില്ല. പിന്നെ ഈ ലാസ്റ്റ് ഒരു കമ്മൽ കണ്ടില്ലേ, കമ്മൽ എവിടെ കണ്ടാലും ഞാൻ വിടില്ല കേട്ടോ. രാത്രി ഒരു 10 നേരത്താണ് നമ്മൾ ഈ SM സ്ട്രീറ്റിൽ. പിന്നെ ഒരു ഷോ പറഞ്ഞു വെച്ചിട്ട് കുട്ടിക്ക് ഷൂവും മേടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കയറി. അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് പോരാണ്ടായത് കേട്ടോ. പിന്നെ കുട്ടികൾക്ക് കുറച്ച് ഐസ്ക്രീമൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ കുറച്ച് നേരം കൂടി സ്പെൻഡ് ചെയ്തു. പിന്നെ എല്ലാവരും കൂടെ ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്തു. എന്തായാലും നമ്മുടെ SM സ്ട്രീറ്റ് എക്സ്പ്ലോർ ചെയ്ത് ഭയങ്കര ഹാപ്പി. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും ബൈ.